ത്രിയേക ദൈവത്തിന് സ്തുതി. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധമായ വലിയ നോമ്പിൽ ഏറെ ഭക്തിയോടും താല്പര്യത്തോടും കൂടിയാണ് നമ്മുടെ ആത്മീയ യാത്ര നമ്മൾ തുടരുന്നത്. നോമ്പ് ആരംഭിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നോമ്പിൻ്റെ തീവ്രതയും ഭക്തിയും ഒന്നും കുറയാനുള്ള സാധ്യതയില്ല. പക്ഷേ തുടർന്നുള്ള നാളുകളിൽ ഇതിന് വലിയ അപജയമുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ആമുഖത്തിൽ നമ്മൾ എത്രയേറെ താല്പര്യത്തോടെയും തീവ്രമായും ദൈവത്തോട്, ദൈവസ്നേഹത്തോട് അടുത്ത് ചെല്ലാൻ ആഗ്രഹിക്കുന്നുവോ ശ്രമിക്കുന്നുവോ, അതേ ഫോഴ്സിൽ തന്നെ നമ്മളെ പുറകോട്ട് മാറ്റുന്ന ഒരു ശക്തിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം, പഴയ നിയമത്തിൽ ഇയ്യോബ് പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു രംഗം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇയ്യോബ് നിഷ്കളങ്കനും ദോഷം വിട്ട് അകന്നവനും ഒക്കെയാണ് എന്നാണ്. അപ്പോൾ യഹോവയായ ദൈവത്തോട് അത്രയേറെ താല്പര്യം പ്രകടിപ്പിക്കുകയും അഗാധമായ അടുപ്പം പുലർത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കൂടെ ആരുണ്ട്? ദൈവവുമുണ്ട്, അല്ല സാത്താനുമുണ്ട്, പിശാചുണ്ട്. അപ്പോൾ ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചുമുണ്ട്, സാത്താനുമുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഈ സാത്താനും ദൈവവും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ചില സമയങ്ങളിൽ നമുക്ക് ദൈവമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ നമ്മൾ പിശാചുമാകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് അഭിമാനത്തോടെ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ യഥാർത്ഥ മുഖം നീ എടുപ്പിക്കരുത് എന്ന് പറയും. എന്താ നമ്മുടെ യഥാർത്ഥ മുഖം? സാത്താന്റെ മുഖമാണല്ലേ. നമ്മളിങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഒരു മുഖമുണ്ടത്. നമ്മളുടെ ആധ്യാത്മികതയിലും ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, രഹസ്യ പ്രാർത്ഥനകളും പരസ്യ പ്രാർത്ഥനകളും. പരസ്യമായ ആരാധനയും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പാട്ടുകളും ഗീതങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ രഹസ്യമായി നിർവഹിക്കേണ്ട പ്രാർത്ഥനകളുമുണ്ട്. വിശുദ്ധ കുർബാനയിലും അങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു തുയോബ ശുശ്രൂഷയുണ്ട്, ഒരുക്ക ശുശ്രൂഷ. അത് പട്ടക്കാരൻ രഹസ്യമായിട്ട് നടത്തുന്നതാണ്. തുബ്ദേൻ പ്രാർത്ഥനകളുണ്ട്. ആ തുബ്ദേൻ പ്രാർത്ഥനകൾ 6 പരസ്യമായി നടക്കുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു 12 പ്രാർത്ഥനകൾ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ രഹസ്യമായി അവിടെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ പരസ്യമായ പ്രാർത്ഥനകളും രഹസ്യമായ പ്രാർത്ഥനകളും നമുക്കുണ്ട്. ഇതെല്ലാം എന്തിനാണ്? ദൈവത്തോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ തന്നെ രഹസ്യ ജീവിതവും നമുക്കുണ്ട്. പരസ്യ ജീവിതം വളരെ മനോഹരമായ ജീവിതമാണ്, വളരെ അഭിമാനകരമായ ജീവിതമാണ്. പക്ഷേ നമ്മുടെ രഹസ്യ ജീവിതത്തിന് അത്ര ശോഭയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വിധിക്കുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പരസ്യ ജീവിതം പോലെ അത്ര ശുദ്ധമുള്ളതും വെടിപ്പുള്ളതുമാണോ നമ്മുടെ രഹസ്യ ജീവിതം എന്ന് പരിശോധിക്കുമ്പോൾ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞ ഈ സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്ന ആത്മീയ അഹങ്കാരത്തിന് ഒരു സാധ്യതയുമില്ല. നമ്മൾ പലരെയും വിധിക്കാറുണ്ട്. പ്രത്യേകിച്ച് പള്ളിയിൽ കൂടുതൽ പോകുന്ന ആളുകൾ പള്ളിയിൽ പോകാത്ത മനുഷ്യരെയൊക്കെ വിധിക്കാറുണ്ട്. അതാണ് സ്പിരിച്വൽ പ്രൈഡ്. നമ്മുടെയൊക്കെ വീടുകളിൽ പള്ളിയിൽ പോകാൻ, ആരാധനയ്ക്ക് പോകാൻ സാധിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ബെഡഡ് ആയിട്ടുള്ളവരുണ്ട്. ആ ബെഡഡ് ആയിട്ടുള്ള മനുഷ്യരെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. വർഷങ്ങളായി ഒരു കുർബാനയ്ക്ക്, ആരാധനയ്ക്ക് പോകാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട്.
അവര് നടത്തുന്നത് ഒരു ആരാധനയല്ലേ? അവര് നടത്തുന്ന ഒരു പ്രാർത്ഥനയല്ലേ? നമ്മുടെ ഈ വഴിവക്കിൽ വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ഒരു പണിയില്ലാതിരിക്കുന്ന മനുഷ്യരെന്നാ പറയുക. അങ്ങനെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന വഴിവക്കിലും കടയിലും ഒക്കെ ഇരിക്കുന്ന മനുഷ്യർക്ക് ചില നിയോഗങ്ങൾ ഉണ്ട്. നമ്മളൊരു വഴിയാത്രയിൽ ഒരു വാഹനം അപകടത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വന്നല്ല നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ വഴിവക്കിൽ വെറുതെ ഇരിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ആരും വെറുതെ ഇരിക്കുന്നില്ല. ആരെയും ദൈവം വെറുതെ സൃഷ്ടിച്ചിട്ടുമില്ല. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്. നമ്മൾ അവസാനമായി സെമിത്തേരിയിൽ കബറുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ അതിലേക്ക് എടുത്തു വെക്കുന്ന മനുഷ്യരാരാ? നമ്മുടെ മക്കളാണോ? ബന്ധുക്കളാണോ? സ്നേഹിതരാണോ? നമുക്കൊരു പരിചയമില്ലാത്ത മനുഷ്യരൊക്കെ നമുക്കൊരു ദുരിതമുണ്ടാകുമ്പോ, ഒരാവശ്യമുണ്ടാകുമ്പോ നമ്മളോട് കൂടെ വന്നു ചേരുന്നു. നമ്മൾ അവർക്ക് ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ നിസ്വാർത്ഥമായ സേവന സന്നദ്ധരായി നിൽക്കുന്ന മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ആരെയാണ് നമുക്ക് വിധിക്കാൻ സാധിക്കുക? നമുക്ക് എത്രത്തോളം നമ്മളെക്കുറിച്ച് ആത്മീയമായി അഭിമാനിക്കുവാനും അഹങ്കരിക്കുവാനും സാധിക്കും? തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴിതെറ്റി പോകുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അതിൽ നിന്നൊരു വിമോചനം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ ആയിരിക്കുന്നത്. ഒരു വീണ്ടും വിചാരം ഉണ്ടാകുക, മാനസാന്തരം ഉണ്ടാകുക, മടങ്ങി വരിക എന്ന് പറയുന്നത്. പരിശുദ്ധ സഭയുടെ പ്രബോധന ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ മടങ്ങി വരവ് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ എല്ലാം ദർശനവും അവരുടെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഓരോ ദേശത്തും അവർ ചെന്ന് പ്രസംഗിച്ച വാക്കുകൾ എന്താണ്? നിങ്ങൾ അനുതപിക്കുവീൻ, മാനസാന്തരപ്പെടുവീൻ, മടങ്ങി വരുവീൻ എന്നാണ്. നിങ്ങളുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുവീൻ, നിങ്ങളുടെ അനീതി നിറഞ്ഞ ജീവിതം അവസാനിപ്പിക്കുവീൻ, നിങ്ങൾ യഹോവയെങ്കിലേക്ക് മടങ്ങി വരുവീൻ, ഇതാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന പ്രസംഗങ്ങൾക്ക്, ഈ വാക്കുകൾക്ക് വലിയ വിലയില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പാണല്ലോ യോനാ പ്രവാചകന്റെ പെരുന്നാൾ ആഘോഷിച്ചത്. ആ 3 ദിവസം നമ്മൾ കേട്ട പ്രസംഗം എന്താണ്? യോനാ പ്രവാചകൻ പ്രസംഗിച്ചത് ഒറ്റ വാചകത്തിലാണ് യോനായുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ദേശം നശിച്ചു പോകും എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കല്ലുപ്പാറക്കാർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇതിന്റെ സമീപത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാലും കല്ലുപ്പാറ ദേശത്ത് വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ദേശം നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുമോ? അപ്പോൾ അത്രയേറെ ആത്മധൈര്യത്തോടെ ദൈവാത്മാവിൽ നിറഞ്ഞ പ്രവാചകന്മാരുടെ പ്രസംഗങ്ങൾ, നിങ്ങൾ നശിച്ചു പോകും ഇങ്ങനെ ജീവിച്ചാൽ, മടങ്ങി വരണം, യഹോവയെങ്കിലേക്ക് അനുതപിച്ച് തിരികെ വരണം എന്നാണ്. പ്രവാചകന്മാരുടെ ഗണത്തിലെ അവസാന ആള് എന്നൊക്കെ പറയുന്ന യോഹന്നാൻ സ്നാപകൻ, അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? മാനസാന്തരത്തിന്റെ പ്രസംഗമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാനസാന്തരത്തിന്റെ പ്രസംഗമാണ്. യോഹന്നാൻ തടവിലായപ്പോഴാണ് ക്രിസ്തു പരശുശ്രൂഷ ആരംഭിക്കുന്നത്. യോഹന്നാൻ തടവിലായതിന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. യോഹന്നാൻ തടവിലായി അവിടെ ഒരു വാക്യമുണ്ടായപ്പോൾ ആ ഒഴിവ് നികത്തുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു പ്രസംഗം ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രസംഗവും എന്താണ്? മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതിന്റെ കണ്ടന്റാണ് ക്രിസ്തുവും പറഞ്ഞത്. സഭയ്ക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. സഭയ്ക്ക് ഇതിന് അപ്പുറമായ ഒരു പ്രസംഗം പറയാൻ യാതൊരു അവകാശവും ഇല്ല. സഭയിൽ ഒരു പുരോഹിതനും ഇതിനപ്പുറത്തൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല, അർത്ഥമില്ല. വിശ്വാസികൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും പറയാൻ ഇത് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടതും ഈ മാനസാന്തരത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് പരസ്പരം ചിന്തിക്കാനുള്ളത് ഈ മാനസാന്തരത്തെക്കുറിച്ചാണ്. കാരണം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നമ്മൾ നിരന്തരം വഴുതി വീഴുന്നുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞത്,
ഈ നോമ്പ് അതിതീവ്രമായി താല്പര്യത്തോടെ നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്ന, വഴിതെറ്റിക്കുന്ന ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും നമ്മൾ വീണു പോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളുടെ നോമ്പ് 25 ദിവസവും 10 ദിവസവും പിന്നീട് ദുഃഖവെള്ളിയാഴ്ച മാത്രവും ഒക്കെ ആയി മാറിപ്പോകുന്നത്. നമ്മുടെ കുറെ വിശ്വാസികളുടെയെങ്കിലും നോമ്പ് ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അവസാനിക്കുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുന്ന എല്ലാ വിശ്വാസികളും ഉയർപ്പ് പെരുന്നാളിൽ പള്ളിയിൽ വരാറില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ നമ്മുടെ യാത്ര ആ ഉയർപ്പിന്റെ മഹത്വത്തെ കാണുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഈ വഴിതെറ്റി പോകുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഴമായി ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടത്തിലേക്കാണ് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാനുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നത്. അവിടെ ഒരു വലിയ വീഴ്ചയുടെ ചരിത്രമാണ് പറയുന്നത്. വളരെ സുന്ദരമായ ഒരു ജീവിതത്തിൽ അനുഭവത്തിലായിരുന്ന മനുഷ്യർ വീണുപോയ കഥയാണ് പറയുന്നത്. ഏദൻ തോട്ടം എന്ന മനോഹരമായ ഒരു ജീവിത സാഹചര്യം യഹോവയായ ദൈവം മനുഷ്യന് നിർമ്മിച്ചു നൽകി. മനുഷ്യൻ അവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. പക്ഷെ ചില നിയന്ത്രണങ്ങൾ വരുത്തി. ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത്. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാ പറഞ്ഞത്. അന്നു മുതലാണ് പാപം ഉടലെടുത്തത്, മരണം ഉടലെടുത്തത്. ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമിയിൽ നിന്ന് ശ്വാസം നിലച്ചു പോകുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അതല്ല മരണം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആരാ മരിച്ചവര്? ഈ ഭൂമിയിൽ നിന്ന് ശ്വാസം നിലച്ചു പോയി സ്വർഗലോകത്തിലേക്ക് പോയ നമ്മുടെ മനുഷ്യരെ കുറിച്ചാണോ പറയുന്നത്? അല്ല, അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് അവർ സജീവമായി ദൈവത്തെ സ്തുതിക്കുന്നവരെന്നാ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയപ്പെടുന്നത്. മരിച്ചവർ ആരാന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിന്, കുടുംബത്തിന്, ദേശത്തിന് യാതൊരു വിധത്തിലും ഗുണമില്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് മരിച്ചവരെന്ന്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് അവരവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് മരിച്ചവർ എന്ന്. അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല, സത്യമാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ, മരണകരമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്ന മനുഷ്യർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് സജീവമായി നിലനിൽക്കാൻ കഴിയും. അത് ഈ ഭൂമിയിലും കഴിയും, ഈ ഭൂമി വിട്ടു പോയാലും കഴിയും. ഈ സ്വർഗം എവിടെയാണ്? അതൊരു വലിയ ചോദ്യമാണ്. സ്വർഗം എവിടെയാണ്? നമ്മൾ വിചാരിക്കുന്നത് ഈ മരിച്ചു കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് ഈ സ്വർഗം ഉണ്ടാകുക എന്ന് പറയുന്നത്. സ്വർഗം ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളാണ് സ്വർഗം. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബം സ്വർഗമാണ്. നമ്മൾ ആരാധിക്കുന്ന ഈ ദേവാലയം സ്വർഗമാണ്. നമ്മൾ ശുശ്രൂഷിക്കുന്ന ഓരോ മേഖലകളും സ്വർഗമാണ്. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ ആ ഓഫീസ് നിങ്ങളുടെ സ്വർഗമാണ്. അവിടെ വരുന്ന മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുക, സേവനം ചെയ്യുക, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അനുഭവമാണ്. അവരോടാണ് നമ്മൾ പറയുന്നത് എന്താ? പോയിട്ട് നാളെ വരാൻ പറയുന്നത്. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ സർക്കാർ ഓഫീസിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്നതാണ്. ഏത് ദിവസം ചെന്നാലും പറയും നാളെ വരാൻ പറയും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞു വരുന്നതും നാളത്തേക്കുള്ളതും സ്വർഗമല്ല, ആത്മീയതയല്ല. യേശുദമ്പുരാന്റെ വലതു ഭാഗത്ത് കാൽവറിയിൽ 2 കള്ളന്മാരെ കുരിശിൽ തൂക്കിയിട്ടുണ്ട്. അതിൽ ഒരു കള്ളൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. അത്രേ പറഞ്ഞുള്ളൂ, ഓർക്കണമേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്നൊന്നും ഒരു ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചില്ല. നീ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുള്ളൂ. കാരണം അവൻ അറിയാം അതിൽ കൂടുതൽ അവകാശപ്പെടാനായിട്ട് അവന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അന്ന് വരെ അവന്റെ ജീവിതത്തിൽ ഒരു സുഹൃതങ്ങളൊന്നും ചെയ്ത മനുഷ്യനല്ല. അപ്പോൾ അവൻ ആ തിരിച്ചറിവിൽ നിന്നാണ്, അനുതാപത്തിൽ നിന്നാണ് അവൻ പറയുന്നത്, നീ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. തമ്പുരാൻ എന്താ പറഞ്ഞേ? നാളെ ആട്ടെ എന്നാണോ പറഞ്ഞത്? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നാ പറഞ്ഞത്. അതാണ് ദൈവത്തിന്റെ ശുശ്രൂഷ, ദൈവത്തിന്റെ മറുപടി. നമ്മുടെ നിയോഗവും ഇത് തന്നെയാണ്. നാളത്തേക്കോ കുറച്ച് കഴിഞ്ഞോ മാറ്റിവെക്കുന്ന മറുപടിയോ ശുശ്രൂഷയോ പ്രതികരണമോ അല്ല നമ്മുടെ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനം. ആ നിമിഷത്തിൽ തന്നെ കൊടുക്കുന്ന മറുപടിയും പ്രതികരണവുമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ, അവർക്ക് പേര് നൽകുന്നത് ആദമും ഹവ്വയും എന്നാണ്. ഈ ആദമും ഹവ്വയും വളരെ അനുഗ്രഹീതമായി സുന്ദരമായി ആ തോട്ടത്തിൽ ജീവിക്കുകയാണ്. 3-ാം അധ്യായം ആരംഭിക്കുന്നത് ഈ മനുഷ്യന്റെ അനുസരണക്കേടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടാകുന്ന 3 ചോദ്യങ്ങളാണ് ഈ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ധ്യാന വിഷയവും ഈ 3 ചോദ്യങ്ങളാണ്. അതിൽ 1-ാമത്തെ ചോദ്യം, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. 1-ാമത്തെ ചോദ്യം അതാണ്, നീ എവിടെ എന്ന് ചോദിച്ചു. ഇത് നമ്മൾ ജീവിതത്തിൽ നിരന്തരം കേൾക്കുന്നതാണ്. ജനിച്ച അന്ന് മുതൽ കേൾക്കുന്നതാണ്, നീ എവിടെയാണ് എന്ന് കേൾക്കുന്നത്. വീട്ടിൽ നിന്ന് കേൾക്കും, സ്കൂളിൽ പഠിക്കാൻ പോയാൽ അവിടെ കേൾക്കും, ജോലിക്ക് പോയാൽ അവിടെ കേൾക്കും, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയാൽ നിരന്തരം ഇത് കേൾക്കും. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്കൊക്കെ ഇത് നിരന്തരം കേൾവിയുള്ള കാര്യമാണല്ലോ. വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങിയാലും ഭാര്യമാരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, എവിടെയായി, ഇപ്പോ എവിടെയാ? ഇതിനെന്താ നമ്മൾ മറുപടി പറയുന്നത്? സത്യസന്ധമായ ഒരു മറുപടിയും ഈ ചോദ്യത്തിന് നമ്മൾ പറയാറില്ല. ഇന്ന് നമുക്കതിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛനിപ്പോ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ നിസ്സാരമായിട്ട് പറയാവുന്നേ ഉള്ളൂ, ഞാൻ കോട്ടയത്താണെന്ന്. ഞാൻ കല്ലുപാറ നീക്കുന്ന ആള് കോട്ടയത്താണെന്ന് എനിക്ക് നിസ്സാരമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. യഹോവയായ ദൈവം ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം, നീ എവിടെയാണ് എന്നാണ്. ആ ചോദ്യം ചോദിക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. യഹോവയായ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് അനുസൃതമായ ഒരു ജീവിതമല്ല ആ ഏദൻ തോട്ടത്തിൽ അവൻ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഹോവയായ ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത്. ദൈവം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ മനുഷ്യന് ഭയപ്പാടുണ്ടായി. എന്താ കാരണം? നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു, ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയും. നമ്മുടെ പിള്ളേരൊക്കെ സാറ്റ് കളിക്കാറുണ്ടല്ലോ. ഇപ്പൊ കളി കൊണ്ടോന്നറിഞ്ഞുകൂടാ, ഇപ്പൊ വേറെ കളികളാ, ഗ്രേഡ് കൂടിയ കളികളാ ഇപ്പൊ നടക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ഗ്രേഡ് ഇല്ലാത്ത ഇങ്ങനെയുള്ള ചെറിയ കളികളാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് പിടികിട്ടാത്ത കളികളാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരള സംസ്ഥാനത്ത് 70 ആളുകളാണ് മരിച്ചത്. കൊലപാതകം, സാധാരണ മരിച്ചതല്ല, കൊലപാതകത്തിൽ 70 ആളുകളാണ് മരിച്ചത്. 65 ഇൻസിഡന്റ് ഉണ്ടായെന്നാ പറയുന്നത്. മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യർ ഇതിലും കൂടുതൽ വേറെ കാണും. നമ്മുടെ കളി വല്ലാത്ത കളിയാണ്. നമ്മുടെ പിള്ളേരുടെ കളി വല്ലാത്ത കളിയാണ്. പഠിക്കാൻ സ്കൂളിൽ വിടുന്ന പിള്ളേർ സ്കൂളിൽ പോയി കളിക്കുന്ന കളി പഠനത്തിന്റെ കളിയല്ല, അവരുടെ വ്യായാമത്തിന്റെ കളിയല്ല, അതിനപ്പുറത്തുള്ള കളിയാണ് നടക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യനോട് ചോദിക്കുന്നത്, നീ എവിടെയാണ്? ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഈ മനുഷ്യന് നഗ്നത ഫീൽ ചെയ്തത്? 2-ാം അധ്യായം 24-25 വാക്യം നോക്കാം. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക്
നാണം തോന്നിയില്ല താനും. കൂദാശയാകുന്ന ദാമ്പത്യ ജീവിതത്തിൽ നഗ്നതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. കൂദാശയാകുന്ന ദാമ്പത്യ ജീവിതത്തിൽ നഗ്നത എന്നൊന്നില്ല. പക്ഷെ കൂദാശ അല്ലാത്ത ബന്ധങ്ങൾക്ക് ഈ നഗ്നതയുണ്ടാകും. കാരണം അത് ഉടമ്പടി ബന്ധമല്ല. ദൈവത്തോടുള്ള ബന്ധമല്ലാത്ത എല്ലാ ബന്ധങ്ങൾക്കും ചേർച്ചകൾക്കും ഈ നാണക്കേട് ഉണ്ടാകും. ഈ നാണക്കേട് ഫീൽ ചെയ്യും. ആ നാണക്കേട് ഉണ്ടായിട്ടും വീണ്ടും ആ ബന്ധം തുടരുമ്പോൾ ആ ബന്ധം നാശത്തിലേക്ക് പോകും. അത് അനുസരണക്കേടിന്റെ ബന്ധമാണ്. യഹോവയായ ദൈവം നൽകിയ കൽപ്പനകൾ പാലിക്കാതെ ആ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. അതാണ് ഇവർക്ക് നഗ്നത ഫീൽ ചെയ്തത്. അന്നുവരെ സ്വതന്ത്രരായി ജീവിച്ചിരുന്ന മനുഷ്യർ നഗ്നതയുണ്ടായി. യഹോവയായ ദൈവം നമ്മളെ സ്വതന്ത്രരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനും എന്തും പറയാനും എന്തും കാണിക്കാനുമുള്ള ഒരു ലൈസൻസ് ആണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ജീവിക്കുന്ന എല്ലാ സമൂഹത്തിലും ഒരു സിസ്റ്റമുണ്ട്, ഒരു നിയമമുണ്ട്. നമ്മുടെ വീട്ടിലുമുണ്ട് ചില നിയമങ്ങൾ. അത് എഴുതപ്പെട്ട നിയമങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഒരു നിയമമുണ്ട്. നിയമം ഉണ്ടാകണം. നിയമം ഉണ്ടായില്ലെങ്കിൽ ആ ഭവനത്തിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ടു പോകും, ഋതം നഷ്ടപ്പെട്ടു പോകും. ഒരു പാട്ടിന് താളമില്ലെങ്കിൽ ആ പാട്ട് കേൾക്കാൻ ഭംഗിയുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു പാട്ടിനൊരു ഭാവമുണ്ട്, ഒരു താളമുണ്ട്, അതിനൊരു സംഗീതമുണ്ട്. ആ സംഗീതത്തിനാണ് മാധുര്യമുള്ളത്, ഇമ്പമുള്ളത്. ആ പാട്ടിനാണ് മനസ്സിനെ സ്വസ്ഥമാക്കാൻ കഴിയുന്നത്, സമാധാനം കണ്ടെത്താനായിട്ട് കഴിയുന്നത്. നമുക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു നല്ല സംഗീതം കൊണ്ട് നമ്മളുടെ അസ്വസ്ഥതയൊക്കെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന് ഒരു ആമുഖം ഉണ്ടാക്കാനായിട്ട് ഈ സംഗീതത്തിന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നിവിടെ ഈ ധ്യാനയോഗം ആരംഭിക്കുന്നതിന് മുമ്പും നമ്മളൊരു 3 പാട്ട് ഇവിടെ പാടി. നമ്മൾ ഒരുക്കുന്നതാണ് ഈ ധ്യാനത്തിന് വേണ്ടി, നമ്മളെ ഒരുക്കുന്നതാണ് ആ സംഗീതം. ആ സംഗീതത്തിന്റെ പ്രാധാന്യം അതിനൊരു ഭാവമുണ്ട്, അതിനൊരു താളമുണ്ട്, അതിനൊരു രാഗമുണ്ട് എന്നുള്ളതാണ്. ഈ സാധനം ഇല്ലെങ്കിൽ അതിനെ സംഗീതം എന്നല്ല പറയുക, അതിന് വേറെ പേരാണ് പറയുക. ഇന്നും നമ്മൾ കേൾക്കുന്ന പല പാട്ടുകൾക്കും ഈ സാധനം നിശ്ചയമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ താളം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതി നഷ്ടപ്പെട്ടു പോകും, ബോധം നഷ്ടപ്പെട്ടു പോകും എന്ന് പറയും. നമുക്കെല്ലാവർക്കും ബോധമുള്ളവരാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെയൊക്കെ ബോധം ചില സമയങ്ങളിൽ വല്ലാതെ നഷ്ടപ്പെട്ടു പോകും. ഇത് നഷ്ടപ്പെടാൻ അധികം സമയമൊന്നും വേണ്ട, അധികം കാരണവും വേണ്ട. നമ്മളുടെ കൂടെയൊക്കെ ജീവിച്ച മനുഷ്യര് പെട്ടെന്ന് ഈ മാനസിക സ്ഥിരത നഷ്ടപ്പെട്ട മനുഷ്യരെയൊക്കെ നമ്മൾ കാണാമല്ലോ. എന്താ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു സങ്കടം, സഹിക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുണ്ടാകുമ്പോൾ മനസ്സ് കൈവിട്ടു പോകും, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ കോപമുണ്ടാകും. നമ്മൾ പറയുന്നത് നമുക്കൊരിക്കലും ചേരാത്ത വാക്കുകളായിരിക്കും. നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു ക്രിസ്തീയതയ്ക്ക് ചേരാത്ത പ്രവൃത്തികളായിരിക്കും. അപ്പോഴൊക്കെ ഈ മനസ്സ് കൈവിട്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ധ്യാനയോഗങ്ങൾ നമ്മളെ സഹായിക്കുന്നത് നമുക്കൊരു സ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതിൽ എത്രത്തോളം നമ്മൾ ഇൻവോൾവ്ഡ് ആകാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്കതിന്റെ ഒരു സ്വസ്ഥത അനുഭവിക്കാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനത്തിൽ ശാബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ശാബത്ത് എന്ന് പറയുന്നത് സ്വസ്ഥത അനുഭവിക്കാനാണ് എന്ന്. ശാബത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസമാണല്ലോ ശാബത്തായി ആചരിക്കുന്നത്. യഹൂദന്മാർ ശനിയാഴ്ച ദിവസമായിരുന്നു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി, ഉത്ഥാനത്തോടുകൂടി ഞായറാഴ്ച ദിവസം ശാബത്തായി മാറി. ഞായറാഴ്ച ദിവസം സ്വസ്ഥത അനുഭവിക്കുന്ന ദിവസമാണ്. പക്ഷേ നമുക്ക് എത്രമാത്രം സ്വസ്ഥതയുണ്ട് ഞായറാഴ്ച? രാവിലെ മുതൽ വീട്ടിൽ നിന്ന് ബഹളമാണ്. പള്ളിയിലേക്ക് പോകാനുള്ള ബഹളം, പള്ളിയിലേക്ക് കുഞ്ഞുങ്ങളെ
കൊണ്ടുപോകാനുള്ള ബഹളം, എഴുന്നേക്കട എന്ന് പറയുന്ന ശബ്ദം നിരന്തരം നമ്മൾ പറയേണ്ടി വരുന്നു. അപ്പോൾ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് ഈ അടുപ്പം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്, ഈ അറ്റാച്ച്മെന്റ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിനോട് അടുപ്പമുണ്ടാകുമ്പോൾ, സ്നേഹമുണ്ടാകുമ്പോൾ നമുക്ക് ഞായറാഴ്ച ദിവസം സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയും, സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയും. അത് ദേവാലയത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ പോലും സ്വാധീനിക്കുന്നുണ്ട്. ഉത്സാഹത്തോടെ ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ആ ഞായറാഴ്ച ദിവസത്തെ ആരാധനയിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. പട്ടക്കാരൻ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മൾ തിരിച്ച് മറുപടിയും പറയും, എന്താണ്? അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വെറുതെ പറയുന്നതാ. പട്ടക്കാരൻ അവിടെ നിന്ന് തന്ന സമാധാനം നമുക്ക് കിട്ടിയിട്ടുമില്ല, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമാധാനം പട്ടക്കാരനും കിട്ടുന്നില്ല. ഈ സമാധാനം കിട്ടണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്തിലും ഈ ആരാധനയോടുള്ള താല്പര്യത്തിലും ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമുക്ക് ഈ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതിനൊരു ഒരുക്കം ആവശ്യമാണ്, അതിനൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്, അതിനൊരു സമർപ്പണം ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, എന്താണ്? ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് എന്റെ നേർച്ച കാഴ്ചകൾ നിനക്ക് സമർപ്പിക്കും എന്ന് പറയുന്നത്. വെറുതെ അല്ല പള്ളിയിലേക്ക് വരുന്നത്, വെറുതെ അല്ല ഒരു ശാബത്ത് ആചരിക്കാൻ ദേവാലയത്തിലേക്ക് വരുന്നത്. നമ്മളുടെ ഒരു വലിയ ആഗ്രഹവുമായിട്ടാണ് വരുന്നത്. എന്താണ് ആഗ്രഹം? ദൈവത്തിന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക. അങ്ങനെ നേർച്ച കാഴ്ചകളോടുകൂടിയാണ് ദേവാലയത്തിൽ നാം വരുന്നത്. അത് കയ്യിലിരിക്കുന്ന ചെറിയ നാണയത്തൊട്ടോ ചെറിയ നോട്ടുകളോ മാത്രമല്ല കേട്ടോ, അതുമുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവാത്മാവിൽ നിറഞ്ഞ് നമുക്ക് ആ 6 ദിവസത്തെ ദൈവാനുഗ്രഹത്തിന് ഒരു നന്ദി പറയാനായിട്ടുള്ള ദേവാലയത്തിലേക്കുള്ള യാത്രയാണ് നമുക്ക് ഈ സ്വസ്ഥത തരുന്നത്, സമാധാനം തരുന്നത്. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഞായറാഴ്ച ദിവസം നമുക്ക് ഒരു സ്വസ്ഥത അനുഭവിക്കുന്ന ദിവസമായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഏദൻ തോട്ടത്തിലെ ഈ മനുഷ്യന് സ്വസ്ഥത നഷ്ടപ്പെട്ടു. എപ്പോഴാണ്? അവൻ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ അവന്റെ ബോധം നഷ്ടപ്പെട്ടു, അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആത്മീയമായി ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കാൻ കഴിയുക, മനസ്സിന് സ്ഥിരത ഉണ്ടാകുക, നമ്മുടെ ചിന്തകൾക്ക്, പ്രവൃത്തികൾക്ക്, വാക്കുകൾക്ക് എല്ലാം സ്ഥിരതയുണ്ടാകുക. ഇവൻ പറയുന്ന മറുപടി എന്താണ്? നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇങ്ങനെ ഒളിവ് ജീവിതം നയിക്കേണ്ട ജീവിത സാഹചര്യം നമുക്കൊരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ ചോദ്യത്തോട് ചേർന്നാണ് വിശ്വസ്തത എന്നൊരു വാക്ക് നമ്മൾ ഓർക്കേണ്ടത്. വിശ്വസ്തത. നമുക്ക് ഈ ലോകത്തിൽ സർവ്വ സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും നമുക്കുണ്ട്. ആരെയും നമ്മൾ വിധേയപ്പെടേണ്ടതില്ല, ആരോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല, ജീവിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്, നീ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ ദേവാലയത്തിനുള്ളിലാണെങ്കിലും നമ്മുടെ ചിന്തകൾ എവിടെയാണ്? നമുക്ക് സ്ഥിരത പുലർത്താൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി വന്നിരിക്കുമ്പോഴും നമുക്കൊരു ശ്രദ്ധയുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ വിചാരിച്ചോണം, നമ്മുടെ മനസ്സിന്റെ സ്ഥിരതയ്ക്ക് എന്തോ കുറവുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. +2 പഠിക്കുന്ന പയ്യനാണ്. മോഡൽ എക്സാം കഴിഞ്ഞ് പബ്ലിക് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന പയ്യനാണ്. എന്താണ് അവന്റെ പ്രശ്നം? പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതാണ് അവന്റെ പ്രശ്നം. പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതെന്താണ് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്തത്?
മനസ്സിന്റെ തകരാറാണ്. ശ്രദ്ധയോടുകൂടിയ പഠനമില്ലാത്തത് കൊണ്ടാണ്. അവന്റെ മനസ്സ് തകർന്നുപോയി, അവന്റെ ചിന്തകൾ വഴിവിട്ടുപോയി, ആത്മഹത്യ ചെയ്തു. നമ്മുടെ മക്കൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ ലോകത്തിൽ സർവ്വ സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളപ്പോഴും നമുക്കൊരു നിയമമുണ്ട്, നമുക്കൊരു അച്ചടക്കമുണ്ട്, നമുക്കൊരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തോട് വിധേയപ്പെടാതെ, അതിനോടൊരു ബഹുമാനം കാണിക്കാതെ നമുക്കൊരിക്കലും ജീവിതത്തിൽ സ്വസ്ഥത കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോഴും നമുക്കൊരു ക്രമമുണ്ട്, അല്ലെ? നമ്മുടെ നമസ്കാരത്തിലെ പുസ്തകങ്ങളിലൊക്കെ എന്താ എഴുതിയിരിക്കുന്നത്? നമസ്കാര ക്രമം എന്നാണ് എഴുതിയിരിക്കുന്നത്. കുർബാനക്രമം ഇവിടെ ഉണ്ടല്ലോ, അതിലുണ്ട് ഒരു ക്രമമുണ്ട്, അതിനൊരു അടുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഒരു അടുക്കുണ്ട്. ആ അടുക്ക് അനുസരിച്ചാണ് പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നുന്നത് പോലെ അല്ല ജീവിതം നയിക്കേണ്ടത്. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനായിട്ടാണ് ഇന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സെക്യുലർ വിദ്യാഭ്യാസം എല്ലാം ആ രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രചരിക്കുന്ന റീലുകളിൽ, നമ്മളുടെ ചില പണ്ഡിതരെന്ന് പറയുന്ന മനുഷ്യരുടെ പ്രസംഗങ്ങളിൽ, പ്രബോധനങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള ശൈലിയുണ്ട്. ആരോടും വിധേയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിവാഹിതരായാലും ഭർത്താവിനോട് അത്രയൊന്നും വിധേയപ്പെടേണ്ട കാര്യമില്ലെന്ന്, ഭാര്യയോട് അത്രയേറെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ മുമ്പോട്ട് പോകാമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നതെല്ലാം ശരിയല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയല്ല. ഒരാൾ എന്നെ തിരുത്താൻ നിൽക്കുമ്പോൾ ആ വാക്കിന് ചെവി കൊടുക്കുന്നതാണ് നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അതിനോട് വിമുഖത കാണിക്കുന്നതല്ല നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം. നീ എവിടെ എന്നുള്ള ചോദ്യത്തിന് സ്ഥിരതയോടെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ആത്മീയതയിൽ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു ചോദ്യമാണ്. നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നമുക്ക് വിശ്വസ്തത പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കുടുംബജീവിതത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളികളോട് വിശ്വസ്തത പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? വിവാഹേതര ബന്ധങ്ങളും വിവാഹപൂർവ്വ ബന്ധങ്ങളും ഒക്കെ സജീവമായി നിലനിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ ഈ വാക്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട്, അർത്ഥമുണ്ട്. ഈ വിശ്വസ്തത പ്രകടിപ്പിക്കാതെ, ഈ വിശ്വസ്ത മനോഭാവം നിലനിർത്താതെ നമുക്കൊരിക്കലും സത്യം പറയാൻ കഴിയില്ല. ഈ ചോദ്യത്തിന് സത്യസന്ധമായി ഉത്തരം പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ തെറ്റില്ലാത്ത ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത്? ഈ കള്ളം പറഞ്ഞ് നമുക്ക് എന്ത് നേടാൻ പറ്റും? കള്ളം പറഞ്ഞ് എത്ര നാൾ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? ഒരു കള്ളം സത്യമാക്കാനായിട്ട് 7 കള്ളം പറയണമെന്ന് പറയും. 7 അല്ലാതെ കൂടുതൽ ചിലപ്പം പറയേണ്ടി വരും. ഒരു കള്ളം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ തുടരെ സീരിയസ് ആയിട്ട് പറയേണ്ടി വരും. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തപ്പെടുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും നിയോഗങ്ങളും ശരിയായി നിർവഹിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് ഈ കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല. നീ എവിടെ എന്നുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. ഒളിച്ചു പോകേണ്ട ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒളിവ് ജീവിതം നയിക്കുന്നത്? ഈ ഒളിവ് ജീവിതം നയിച്ച് എത്ര നാൾ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും? ഈ നോമ്പുകാലം ഈ ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തു വരേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ നമ്മൾ ഇന്ന് ആയിരിക്കുകയും ധ്യാനിക്കുകയും ദൈവവചനം ചിന്തിക്കുകയും ചെയ്യുന്നത്, തുടർന്നുള്ള യാമനമസ്കാരങ്ങൾ നിർവഹിക്കുന്നത്, കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത്, ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത്, നോമ്പാചരിക്കുന്നത്. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൂടെ വസിക്കുക എന്നാണ്. ആരോടുകൂടെയാണ്? ദൈവത്തോടുകൂടെ വസിക്കുകയാണ്. വിശ്വസ്തതയില്ലെങ്കിൽ ഈ ദൈവത്തോടുകൂടെ വസിക്കാതെയും നമുക്ക് നോമ്പ് ആചരിക്കാം.
എന്നാൽ വിശ്വസ്തമായി നോമ്പ് ആചരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോടു കൂടെ ആയിരിക്കാനും ഉപവസിക്കുവാനും കഴിയും. ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്കൊരു ഭാരമാണ്, ഇത് വലിയൊരു ബേഡനാണ് അല്ലെ? നോമ്പ് കാലം എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമുള്ള ദിവസങ്ങളാണ്. ഭാരമില്ലാതാക്കാനായിട്ടാണ് ഈ നോമ്പ് നോക്കുന്നത് തന്നെ. അത് ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണത്തിന്റെ കുറവിൽ കൂടി ശരീരത്തിന്റെ ഭാരം കുറയുന്നു. ആ ശരീരത്തിന്റെ ഭാരം കുറയുമ്പോൾ ആത്മാവിന് നിറവുണ്ടാകുന്നു, ആരോഗ്യമുണ്ടാകുന്നു. അങ്ങനെ ആത്മാവിൽ നിറവുള്ളവരായി തുറമുഖത്തിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടാണ്. രക്ഷ അവിടെയാണ് നിൽക്കുന്നത്. ഉത്ഥാനത്തിന്റെ അടുത്തേക്കുള്ള യാത്രയാണ്, അവിടെയാണ് സമാധാനമുള്ളത്, രക്ഷയുള്ളത്. ഒന്നാമത്തെ ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇടം എവിടെയാണ്, നമുക്ക് സ്വസ്ഥത എവിടെയാണ് എന്ന് കണ്ടെത്തി തിരിച്ചറിയുന്നതാണ് ധ്യാനം. ഈ ധ്യാനം നോക്കാനായിട്ട്, ധ്യാനം ആചരിക്കാനായിട്ട് പള്ളി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇനി അടുത്ത മാസം മുതൽ പള്ളി വരണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഈ ധ്യാനം എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം അർപ്പിക്കുന്നതോ അനുഷ്ഠിക്കുന്നതോ അല്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന സമയമാണ് ധ്യാനം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പന്മാർക്ക് ആ അടുക്കളയിലാണ് ധ്യാനം. അടുക്കളയിൽ ധ്യാനം അല്ലാതായി മാറുമ്പോഴാണ് നമ്മളുടെ വിഭവങ്ങൾക്ക് രുചിയില്ലാതായി മാറുന്നത്. നിങ്ങളൊക്കെ ഈ കുക്ക് ചെയ്യുന്ന സമയത്തെ പുസ്തകം നോക്കിയിട്ടാണോ കുക്ക് ചെയ്യുന്നത്? യൂട്യൂബിൽ ആ ചേച്ചി പറഞ്ഞതുപോലെ തൂക്കി നോക്കിയിട്ടാണോ കുക്ക് ചെയ്യുന്നത്? അല്ല, ഇതെല്ലാം ഒരു കൈയുടെ അളവാണ്. ഉപ്പിടുന്നതും മുളകിടുന്നതും മല്ലിയിടുന്നതും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വിതറുന്നത് ഒരു കൈയുടെ അളവാണ്, അതൊരു ബോധമാണ്. ഈ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ രുചി കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മാറിപ്പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെ സാമ്പാർ ഒരുപോലെയാണോ? അല്ല. എന്താ കാരണം? ഉണ്ടാക്കുന്നത് ഒരേ ആള് തന്നെയാണ്, ചേർക്കുന്നത് ഒരേ ഇൻഗ്രീഡിയന്റ് തന്നെയാണ്, പക്ഷെ രുചി വ്യത്യാസം വരുന്നു. നമ്മുടെ ബോധവും നമ്മുടെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഈ ഇൻഗ്രീഡിയൻസിന്റെ അളവിൽ കുറവ് വരും. ഇതുണ്ടാക്കുന്ന വിധത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോഴാണ് രുചി വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല മനുഷ്യരാണ്, നല്ല വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്, നല്ലപോലെ നോമ്പ് നോക്കാൻ പറ്റുന്നുണ്ട്, ശരിയായ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപ. ആരാധനയിൽ സംബന്ധിക്കുന്ന ചില ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ആ സ്വസ്ഥത അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിലോ ഇതിനാണ് തുയോബ വേണമെന്ന് പറയുന്നത്, ഒരുക്കു ശുശ്രൂഷ വേണമെന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈ തുയോബ ഇല്ലാതെ ഒരു പുരോഹിതനും അവകാശമില്ല. തുയോബ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഒരു ഞായറാഴ്ച ദിവസത്തേക്ക് എപ്പോഴാണ് ഒരുക്കം തുടങ്ങുന്നത്? ആ ശനിയാഴ്ച വൈകിട്ടാണല്ലേ? എന്നാ അല്ല. ഒരു ഞായറാഴ്ച ദിവസത്തെ ആരാധന അവസാനിക്കുന്ന സമയം മുതൽ അടുത്ത ആരാധനയ്ക്ക് വേണ്ടിയുള്ള തുയോബ ആരംഭിക്കുകയാണ്, ശുശ്രൂഷ ആരംഭിക്കുകയാണ്, ഒരുക്കം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ യാമ നമസ്കാരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ ദിവസത്തെ യാമ നമസ്കാരങ്ങളിലൂടെ പോകുമ്പോഴാണ് ശരിയായി ഒരുങ്ങാൻ നമുക്ക് കഴിയുക. യാമ നമസ്കാരങ്ങൾ പൂർത്തീകരിച്ചിട്ടാണല്ലോ കുർബാനയ്ക്കായിട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമാണ് യാമ നമസ്കാരങ്ങളിലൂടെ തുയോബയായി നമ്മൾ നിർവഹിക്കുന്നത്. അത് പട്ടക്കാരൻ മാത്രം നിർവഹിക്കേണ്ടതല്ല, വിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും ഈ തുയോബ നിർവഹിക്കേണ്ടവരാണ്. അത് ഭവനത്തിലും ദേവാലയത്തിലും എല്ലാം ഈ തുയോബ നിർവഹിക്കേണ്ടവരാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇടം? നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈ ധ്യാനാത്മകമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരുക്കത്തിന് വലിയ തരത്തിൽ ദോഷമുണ്ടാകും. നമ്മളുടെ ഈ സമർപ്പണത്തിന് വലിയ തരത്തിൽ വിഘാതമുണ്ടാകും. ഈ നോമ്പ് മടങ്ങിവരവിന് വേണ്ടിയുള്ളതാണ്, ദൈവത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്കുള്ള മടങ്ങിവരവിന് വേണ്ടിയുള്ളതാണ്.
ആദമിനോടും ഹവ്വയോടും യഹോവയായ ദൈവം ചോദിക്കുന്ന ചോദ്യം, നീ എവിടെയാണ് എന്നുള്ളതാണ്. അവന്റെ വിശ്വസ്തതയ്ക്ക് കുറവ് വന്നപ്പോൾ അവന് നഗ്നത ഫീൽ ചെയ്തു. ഞാൻ നഗ്നനാണെന്ന തിരിച്ചറിവ് അവനുണ്ടായി. ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്നവൻ മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ട സമയമായി. കാരണം ഇതൊരു നോമ്പിന്റെ ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാകുന്ന ഒരു സുദിനം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. നമുക്കായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പങ്കാളികളോട് വിശ്വസ്തത പുലർത്തണം. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളോട്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദേവാലയത്തോട്, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തോട്, നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യരോടും ഈ പ്രകൃതിയോടും ജീവജാലങ്ങളോടും വിശ്വസ്തത പ്രകടിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ഞാൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഉറച്ച ശബ്ദത്തിൽ മറുപടി പറയാൻ നമുക്ക് കഴിയുക. അങ്ങനെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു വന്ന് ഞാൻ നിന്നോട് കൂടെ ആകുന്നു എന്ന മറുപടി പറയാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ നഗ്നനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്നാണ്. ആരാണ് നിന്നോട് പറഞ്ഞത്? നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നിന്നെ തേജസ്സിന്റെ വസ്ത്രം അണിയിച്ചാണ് ഈ തോട്ടത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നിനക്ക് തോന്നിയില്ലല്ലോ നീ നഗ്നനാണെന്ന്? നമ്മളിപ്പോൾ വായിച്ചല്ലോ 2-ാം അധ്യായം അവസാനം. അവർക്ക് നഗ്നത തോന്നിയില്ല. കാരണം അവരിലൊരു ദൈവ തേജസ്സിന്റെ വസ്ത്രമുണ്ട്. നമുക്ക് ഈ വസ്ത്രം നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് നമുക്കിത് കിട്ടിയത്? വിശുദ്ധ മാമോദീസായിൽ മൂറോൻ അഭിഷേകത്തിൽ ദൈവ തേജസ്സിന്റെ അങ്കി നമ്മളെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മൂടുപടം നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ശരീരത്തെ പറയുക ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുക. പൗലോസ്ലീഹ അത് വളരെ ഭംഗിയായി ഉറച്ചു പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒരു ദേവാലയം കൂദാശ ചെയ്യുമ്പോൾ വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഒരു ശരീരം കൂദാശ ചെയ്യുമ്പോഴും ഈ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഈ പള്ളിയെ, ഈ ദേവാലയത്തെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, അത്രമേൽ കരുതേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ശരീരം. നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണ് എന്ന്? യഹോവയായ ദൈവത്തിന്റെ രണ്ടാമത്തെ ചോദ്യമാണ്. നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തന്ന സ്നേഹം നീ ഉപേക്ഷിച്ചു. ഞാൻ തന്ന തേജസ്സിന്റെ വസ്ത്രം നീ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് നിനക്ക് നഗ്നത തോന്നുന്നത്. ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ നമുക്കൊരിക്കലും ചഞ്ചല്യപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. വേദപുസ്തകത്തിൽ നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കും കൂടിയാണിത്, ഭയപ്പെടേണ്ട എന്ന്. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തോട് ചേർന്ന് ഈ വാക്ക് നിരന്തരമായി നമ്മൾ കേൾക്കുന്നുണ്ട്. സക്രിയായ്ക്കും എലിശബായ്ക്കും ഒക്കെ ദർശനം കിട്ടുമ്പോൾ മാലാഖ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ദൈവം നിനക്ക് പ്രസാദകരമായത് നൽകാൻ പോകുന്നു. ദൈവത്തിന് നിന്നോട് പ്രീതി തോന്നുന്നു. കന്യക മറിയാമിനോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഈ നാളെയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്, അല്ലേ? നാളെയെക്കുറിച്ച് വലിയ ആവലാതിയുണ്ട്, വ്യാകുലതയുണ്ട്. എന്തായി തീരുമെന്നുള്ളത്. ഇന്നലെ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. ദൈവം എന്നെ കരുതിയത് എങ്ങനെയാണെന്ന ചിന്ത നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ
ഈ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയാണ്. അത് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഞാനാകുന്നത് നിന്റെ കൃപയാലാകുന്നു, നിന്റെ കൃപ മാത്രം മതി, എന്റെ കൃപ നിനക്കുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, അത് മാത്രം മതി, നീ മുമ്പോട്ട് പോയിക്കോളൂ. പൗലോസ്ലീഹയുടെ ജീവിതം വെല്ലുവിളി നിറഞ്ഞ ജീവിതമായിരുന്നു. ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ കൂടെ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി വിവിധ ദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികൾ നിരവധിയാണ്. ഇന്ന് ആ പ്രതിസന്ധിയൊക്കെ സഭയെ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി നിരന്തരമായിട്ടുണ്ടാകും. നമ്മൾ ഇതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ഇതിനെ അതിജീവിക്കാൻ എന്താണ് മാർഗം? ദൈവകൃപ മാത്രം മതി. നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് നിരന്തരമായി നമ്മൾ യാചിക്കുന്നുണ്ട്. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പാട്ടുകളുണ്ടല്ലോ, കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ, അലിവോട് കൃപ ചെയ്യുക നാഥ. ഈ കൃപയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിത് അറിയുന്നില്ല. നമുക്ക് ഈ പാട്ടുകളും പ്രാർത്ഥനകളൊക്കെ കാണാപ്പാടമായതുകൊണ്ട് ഇത് ശരിയായ ബോധത്തോടെയോ വിചാരത്തോടെയോ അല്ല നമ്മൾ ചൊല്ലുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്ന് പാട്ട് ലീഡ് ചെയ്ത് തരുന്നു, നമ്മൾ അതിന്റെ ബാക്കി ചൊല്ലി അങ്ങ് പോവുകയാണ്. പക്ഷേ നമ്മൾ ഈ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ നഗ്നത തോന്നത്തില്ല. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്നാണ് യഹോവയായ ദൈവം ഈ മനുഷ്യനോട് ചോദിക്കുന്നത്. അവന്റെ അവിശ്വസ്തത മുഖാന്തരം, അനുസരണക്കേട് മുഖാന്തരം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവന് നഗ്നത ഫീൽ ചെയ്യുകയാണ്. അവൻ യഹോവയായ ദൈവം നൽകിയതായ തേജസ്സിന്റെ വസ്ത്രം ഇല്ലാതെയായി മാറുകയാണ്. അവൻ പാപിയായി മാറുകയാണ്. വിശ്വാസമുള്ളൊരു ജീവിതത്തിൽ നിലനിൽക്കാനായിട്ടാണ് നമ്മൾ ഏറ്റവും പാടുപെടുന്നത്. ദൈവത്തോടുള്ള വിശ്വാസത്തിൽ എപ്പോഴും നിലനിൽക്കാനായിട്ടാണ് നമ്മൾ ഈ അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ആത്മീയ പരിശീലനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ യാമനമസ്കാരങ്ങൾ, നോമ്പുകൾ, ഉപവാസങ്ങൾ, വേദധ്യാനങ്ങൾ, ആരാധനാനുഭവങ്ങൾ, പാവങ്ങളോടുള്ള നമ്മുടെ കരുണ, ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ എക്സസൈസസ് ആണ്. ഈ ആത്മീയ പരിശീലനങ്ങളിൽ, ആത്മീയ അഭ്യസനങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ കുറവ് വരുത്തുമ്പോൾ, ആ കുറവ് വരുത്തുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ഈ ഭയപ്പാടുണ്ടാകും, നമുക്ക് ഈ ആകുലത വർദ്ധിക്കും. നമ്മൾ ഓർക്കില്ല ഇന്നലെ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്, ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ കഴിവിൽ മാത്രം ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്രഷ്ടാവിനെ നമ്മൾ മറന്നു പോവുകയാണ്. ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നത് തന്നെയാണല്ലോ. വളർന്ന് ജീവിതത്തിന്റെ ഒരു സുരക്ഷിതമായ മേഖലയിൽ എത്തപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്കിനിയും ആരും വേണ്ട, അപ്പം വേണ്ട, അമ്മ വേണ്ട, കുടുംബം വേണ്ട, ഞാൻ അന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വേണ്ട, ഞാൻ അർപ്പിച്ച ആരാധനകൾ വേണ്ട, എന്റെ പള്ളി വേണ്ട, എന്റെ നാട് വേണ്ട, ആരും വേണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. എപ്പോഴാണ് തോന്നുന്നത്? ബാങ്കിൽ കുറച്ച് ക്യാഷ് വന്ന് കൂടുമ്പോഴാണ്. നമുക്ക് ഈ അഹങ്കാരങ്ങൾ കൂടുന്നത് ഞാൻ ഏതാണ്ടായി എന്ന് ചിന്തിക്കുമ്പോഴാണ്, ഞാൻ സേഫായി എന്ന് ചിന്തിക്കുമ്പോഴാണ്. നമ്മൾ ആരും ഈ ലോകത്തിൽ സുരക്ഷിതരല്ല. ദൈവം എന്നെ കരുതുന്നു എന്ന ചിന്തയിലാണ് നമുക്ക് സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയുക. ധൈര്യത്തോടെ, പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്നത് ദൈവം എന്നെ കരുതുന്നുണ്ട് എന്നുള്ള ചിന്തയിലാണ്.
ഇല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ നിരന്തരമായി നമുക്കുണ്ടാകും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകും. നമ്മൾ ജീവിതത്തിന്റെ ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുക, വീട്ടിൽ നിന്ന് ഏത് കാര്യത്തിന് പോകുമ്പോഴും ഒരു നിമിഷം ഒരു പ്രാർത്ഥനാ വിചാരം ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കണം. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ എടാ ഒന്ന് കുരിശ് വരച്ചിട്ട് പോടാ എന്ന് പറയണം. ഇതൊരു വലിയ അഭ്യസനമാണ്. അവൻ അന്നേരം കുരിശ് വരയ്ക്കുന്നത് അത്രയേറെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഒന്നും ആയിരിക്കില്ല. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വല്യപ്പന്റെയും വല്യമ്മയുടെയും കല്ലറയിൽ പോയി ഒന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോടാ എന്ന് നമ്മൾ പറയണം. ഇതൊരു വാക്കാണ്, വലിയ ചെലവില്ലാത്തൊരു വാക്കാണ്. പക്ഷെ ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അങ്ങനെ വളർന്നു വന്ന പരിശീലനം കിട്ടിയ മനുഷ്യരാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നവർ. എന്നിട്ട് നമ്മൾ എന്തേ മറന്നു പോകുന്നു? ഇത് അടുത്ത തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, അഭ്യസിപ്പിക്കാൻ. ജീവിതത്തിന്റെ ഏത് സുന്ദരമായ നിമിഷങ്ങളിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനാ വിചാരം നമുക്കുണ്ടാകണം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ധ്യാനം ഉണ്ടാകണം. നീണ്ട പ്രാർത്ഥനകളൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ നിമിഷം ഒരു ധ്യാനം ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ശരിയായി ഉറങ്ങാൻ പറ്റുക, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുക. ഞാൻ പറയും, ജീവിതത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യരാരാണ്? രാത്രിയിൽ ശരിയായി ഉറങ്ങുന്നവരാണ്. രാത്രിയിൽ ശരിയായി ഉറങ്ങുന്ന മനുഷ്യരാണ് ശരിയായ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നവർ. 3 നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിക്കാവുന്നേ ഉള്ളൂ. 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം, മരിച്ചു പോവില്ല, ഉറപ്പായിട്ടും മരിച്ചു പോവില്ല. അങ്ങനെയാണെങ്കിൽ ഉപവസിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ മരിച്ചു പോകേണ്ടതാണല്ലോ. ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് എന്താ ക്ഷീണം തോന്നാത്തത്? രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല, വൈകുന്നേരം 4 മണിക്കോ 5 മണിക്കോ ആണ് ഒരല്പം കഞ്ഞി കുടിക്കുന്നത്. ആ കഞ്ഞിക്ക് എന്തൊരു രുചിയാണ്! എന്താണ് നമ്മൾ തളർന്നു പോകാത്തത്? ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു തലകറക്കം ഫീൽ ചെയ്യത്തില്ലേ? ദുഃഖവെള്ളിയാഴ്ച ദിവസം നിരന്തരമായി ഈ സ്പിരിച്വൽ എക്സസൈസസിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, ആ പാട്ടുകളൊക്കെ നമുക്കറിയാം. ആ പാട്ടുകളൊക്കെ വളരെ ഉച്ചത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇവിടെ കേൾക്കുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ ധ്യാനപൂർവ്വം കുമ്പിടുന്നുണ്ട്, കുരിശിനെ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കൊരു ശ്രദ്ധാകേന്ദ്രമുണ്ട്. ഈ ശ്രദ്ധാകേന്ദ്രം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്, നമുക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്, ഭയപ്പാടുണ്ടാകുന്നത്. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ എന്തിനാണ് ഒളിച്ചു പോയത്? ആരാണ് നിന്നോട് പറഞ്ഞത് നീ നഗ്നനാണെന്ന്? പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നഗ്നരല്ല. വിശ്വസ്തയോടെ ദൈവത്തോട് കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കുന്നവരാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, ദൈവം അവരോട് കൂടെയുണ്ട്. സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് പത്രോസ്ലീഹ. വലിയ പ്രായമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ആ പ്രായത്തിന്റെ ഒരു പക്വതയും ആ മനുഷ്യൻ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ശിഷ്യ സംഘത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിത്വമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എടുത്തു ചാടിയിട്ടുള്ളത് ഈ മനുഷ്യനാണ്. അത് അഭിപ്രായം പറയാനാണെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഒക്കെ എടുത്തു ചാടുന്ന മനുഷ്യനാണ്. ഈ ജനക്കൂട്ടം എന്നെ കുറിച്ച് ആരെന്നാണ് പറയുന്നതെന്ന് ക്രിസ്തു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാണ് പറയുന്നത്? ഇതിന് എടുത്തു ചാടി മറുപടി പറയുന്നത് ആരാണ്? പത്രോസാണ് പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞത്.
ആ പത്രോസിനോടാണ് ക്രിസ്തു മറുപടി പറയുന്നത്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിന്റെ പുറത്താണോ സഭ പണിഞ്ഞത്? പത്രോസിന്റെ പുറത്താണോ സഭ പണിഞ്ഞത്? അല്ല, പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്താണ് സഭ പണിഞ്ഞത്. അതുകൊണ്ടാണ് സഭ ഇന്ന് നിലനിൽക്കുന്നത്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന സത്യസന്ധരായ വിശ്വസ്തരായ വിശ്വാസ സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സഭ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനൊരു കോട്ടം ഉണ്ടാകില്ല. അതിനെവിടെ നിന്ന് ആക്രമണം ഉണ്ടായാലും ഉണ്ടാകില്ല. അകത്തുനിന്നും പുറത്തുനിന്നും ആക്രമണം ഉണ്ടായാലും ഇത് നിലനിൽക്കും. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹം ഇവിടെ ഉണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഈ സഭ പണിഞ്ഞിരിക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന മറുപടി പറഞ്ഞ പത്രോസിന്റെ വിശ്വാസത്തിന്റെ പുറത്താണ് ഈ സഭ നിൽക്കുന്നത്. ആ വിശ്വാസമാണ് മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്ന് നമ്മളെ ഈ വിശ്വാസത്തിൽ ജനിപ്പിച്ചത്. ഈ വിശ്വാസം, ക്രിസ്തു വിശ്വാസം നമ്മളെ പരിചയപ്പെടുത്തിയത് ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ പകർന്നു തന്ന വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മഹിമയിലല്ല നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ സഭയിൽ ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടാമത്തെ ചിന്തയും അവിടെ അവസാനിപ്പിക്കുകയാണ്. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? പ്രിയമുള്ളവരെ, വിശ്വസ്തത ദൈവത്തോട് പുലർത്തുന്നെങ്കിൽ, വിശ്വാസം ദൈവത്തോട് പുലർത്തുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഈ നഗ്നത ഫീൽ ചെയ്യില്ല. നമുക്ക് ഈ നോമ്പ് കാലത്ത് മടങ്ങി വന്ന് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനും ആ വിശ്വസ്തതയെ നിലനിൽക്കാനായിട്ടും സാധിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നാണ്. എന്തുകൊണ്ടാണ് നീ നഗ്നനാണെന്ന് നിനക്ക് തോന്നിയത്? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. അനുസരണക്കേട്. ആ അനുസരണക്കേടിന്റെ ഉപരിഫലമാണ് ഈ നഗ്നത അവന് തോന്നുന്നത്. അവൻ ഒളിവ് ജീവിതം നയിക്കേണ്ടി വരുന്നത് ഈ അനുസരണക്കേട് കൊണ്ടാണ്. കുരിശാണ് നമ്മുടെ രക്ഷ. ലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് ഈ കുരിശാണ്. നോമ്പിന്റെ മധ്യത്തിൽ, 25 നോമ്പിന്റെ ദിവസത്തിൽ ദേവാലയത്തിന്റെ മധ്യത്തിൽ ഒരു ഗോൽഗോഥ നാട്ടും. അതിലൊരു കുരിശുണ്ട്. ആ കുരിശിലാണ് നമ്മുടെ യാത്ര. നോക്കിക്കേ, ആ കുരിശ് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നുണ്ട്. ഓശാന ദിവസം ആ ഗൊൽഗൊത്തായും കുരിശും എവിടെ എത്തും? നമസ്കാരമേശയുടെ അടുത്തെത്തും. പിന്നീട് ഉത്ഥാനത്തിന്റെ ദിവസം ആ കുരിശ് എവിടെ എത്തും? ബലിപീഠത്തിന്റെ അടുത്തെത്തും. നമ്മുടെ യാത്രയും ഇങ്ങനെയാണ്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ യാത്രയും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ദേവാലയത്തിന്റെ പുറത്താണ് നമ്മുടെ ശ്രദ്ധ നിൽക്കുന്നതെങ്കിൽ, നോമ്പിന്റെ മധ്യത്തിൽ, ദേവാലയത്തിന്റെ മധ്യത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഗോൽഗോത്തായിലെ കുരിശിലാണ് നമ്മുടെ ശ്രദ്ധ. കഷ്ടാനുഭവാഴ്ച ദിവസങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ യാത്ര നമ്മൾ തുടരുകയാണ്. ബലിപീഠത്തിന്റെ സമീപത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഉത്ഥാനത്തിന്റെ ദിവസത്തിൽ ബലിപീഠത്തോട് ചേർന്നാണ് നമ്മൾ ആരാധന അർപ്പിക്കുന്നത്. ആ കുരിശിനെയാണ് നമ്മൾ നോക്കുന്നത്. ഈ കുരിശാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രദ്ധാകേന്ദ്രം, നമ്മുടെ ആരാധനയുടെ ശ്രദ്ധാകേന്ദ്രം, നമ്മുടെ പ്രാർത്ഥനയുടെ ശ്രദ്ധാകേന്ദ്രം. ഈ കുരിശില്ലാതെ ഒരു നമസ്കാരങ്ങളും ഇല്ല. ഈ കുരിശില്ലാതെ ഒരു ആരാധനയും നമ്മൾ നിർവഹിക്കുന്നില്ല. ഈ കുരിശിന്റെ 2 വശങ്ങളിലായി വെളിച്ചമില്ലാതെ ഒരു ആരാധനയും നമ്മൾ നിർവഹിക്കുന്നില്ല. നിരന്തരം പ്രകാശിതരായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഈ കുരിശ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കുരിശ് സാക്ഷാൽ ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് വെളിച്ചം തരുന്നത്, നമ്മുടെ വഴി തെളിച്ചു തരുന്നത്. പിന്നെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് ജീവിതത്തിൽ സത്യസന്ധത പുലർത്താതെ ഇരിക്കുന്നത്? നമ്മൾ എന്തിനാണ് വിശ്വസ്തത കാണിക്കാതെ ഇരിക്കുന്നത്? എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ കുരിശെടുത്തുകൊണ്ടല്ലാതെ ഒരു രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകില്ല. ഈ കുരിശിലല്ലാതെ ഒരു രക്ഷ നമുക്കുണ്ടാകില്ല.
ഈ കുരിശ് വഹിക്കാതെയും ഈ കുരിശ് ധരിക്കാതെയും ഈ കുരിശ് വഹിക്കാതെയും മുമ്പോട്ട് പോകാൻ കഴിയില്ല. വിവാഹ കൂദാശയിൽ നിങ്ങളെ അണിയിച്ചിരിക്കുന്ന രാജ്ഞിയും രാജാവുമായി അണിയിച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട്, അതിലുണ്ട് ഒരു കുരിശ്. വിവാഹ ജീവിതം ഒരു കുരിശാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കുരിശ് തന്നെയാണ്. അന്ന് വരെ സ്വതന്ത്രരായി ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വിവാഹ ജീവിതം ഒരു കുരിശാണ്. ചില അച്ചടക്കം നൽകുന്നതാണ്. നമ്മുടെ ചില ചിന്തകൾക്ക് വ്യത്യാസങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ സർക്കിളിന് ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ കുരിശില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ശരിയായി അനുദപിച്ചുകൊണ്ട്, പാപമോചനത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട്, വിശുദ്ധ കുംഭസാരം നടത്തിക്കൊണ്ട് ഈ കുരിശിനെ ആരാധിക്കുവാൻ, ഈ കുരിശിനെ ലക്ഷ്യം വെക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ. ഈ നോമ്പ് കാലത്താണ് ശരിയായി കുംഭസാരിക്കുവാൻ നമുക്ക് കഴിയുക. കാരണം സത്യ അനുതാപമില്ലാതെ കുംഭസാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. സത്യ അനുതാപം ഉണർത്തുന്ന പ്രാർത്ഥനകളും ചിന്തകളുമാണ് ഈ വലിയ നോമ്പ് ദിവസങ്ങളിൽ നിരന്തരമായി നമ്മൾ കേൾക്കുന്നത്. സഭ നൽകുന്ന പ്രാർത്ഥനകൾ, സഭ ക്രമീകരിക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ, ദൈവചിന്തകൾ, വചന ധ്യാനങ്ങൾ, ഇതെല്ലാം നമ്മളെ ഈ സത്യ അനുതാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉപായങ്ങളാണ്. ഇത് ശരിയാവണ്ണം നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് വിജയിക്കുവാൻ നമുക്ക് കഴിയും. സാത്താനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ യാത്രയിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം, നിരന്തരം പിശാചിന്റെ പ്രവർത്തനങ്ങൾ നമ്മോട് കൂടെ തന്നെയുണ്ട്. ഇതിനെ അതിജീവിച്ച് മുന്നേറുവാൻ ക്രിസ്തുവിന്റെ കുരിശെടുത്തുകൊണ്ട് നമുക്കതിനെ അതിജീവിക്കാനായിട്ട് സാധ്യമാകട്ടെ. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒരു തോട്ടക്കാരൻ കാത്തു നിൽക്കുന്നുണ്ട്. ആ തോട്ടക്കാരന്റെ പേര് ക്രിസ്തു എന്നാണ്. ഉത്ഥാന പെരുന്നാളിൽ നമ്മൾ ആ പാട്ട് പാടുന്നുണ്ട്. എന്താണ് ആ പാട്ട്? ഓ മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ. ഏതൻ തോട്ടത്തിൽ ഈ തോട്ടക്കാരൻ കാത്തു നിൽക്കുകയാണ്. നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിശ്വസ്തമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. ദൈവമേ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയാൻ കഴിയണം. ഞാൻ നിന്നോട് കൂടെ തന്നെയാണ്, ഞാൻ നിനക്ക് വിശ്വസ്തനായി നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ കഴിയണം. അപ്പോൾ നമ്മുടെ എല്ലാ ഒളിവ് ജീവിതവും അവസാനിപ്പിക്കാൻ, രഹസ്യ ജീവിതങ്ങളിലെ നമ്മുടെ അക്രമങ്ങൾ, അനീതികൾ അവസാനിപ്പിക്കുവാൻ സാധ്യമാകും. സുന്ദരമായ പരസ്യ ജീവിതം പോലെ മനോഹരമായ ഒരു രഹസ്യ ജീവിതവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും. ആ ഒരു രഹസ്യ ജീവിതത്തിലാണ് നമ്മുടെ ആത്മീയതയുടെ ശക്തി അളക്കേണ്ടത്. ആ രഹസ്യ ജീവിതത്തിന് എത്രമാത്രം മനോഹാരിതയുണ്ടോ അത്രമാത്രം നമ്മുടെ ആത്മീയതയ്ക്ക് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നോമ്പുകാലത്ത് സത്യാനുതാപത്തോടെ നിന്നോട് ചേർന്ന് വന്ന് നിന്റെ തോട്ടത്തിന്റെ കാവൽക്കാരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നീ വിശ്വസ്തമായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രകൃതിയെ വിശ്വസ്തമാവണ്ണം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വിഭവങ്ങളെ ശരിയാവണ്ണം നന്ദിയോടെയും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയും ഉപയോഗിക്കുവാനും നിന്നെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്നോടുള്ള വിശ്വസ്തതയിൽ ഒരിക്കലും കുറവ് വരാതെ നിന്നോടുള്ള വിശ്വാസത്തിൽ എന്നും ചേർന്ന് നിന്നുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഇല്ലാത്ത ജീവിതം ഞങ്ങൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ അശരണരും അരക്ഷിതരുമാണെന്ന ബോധം ഞങ്ങളെ പിടികൂടുന്നു. വിശ്വസ്തയോടെ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ കുരിശിന്റെ രക്ഷയെ ശരിയാവണ്ണം തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഏത് മരണത്തിനും ഒരു ഉയർപ്പുണ്ട് എന്ന വലിയ പാഠം നിന്റെ ക്രൂശ് ഞങ്ങളെ നിരന്തരം പഠിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പ്രതിസന്ധി നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ, തോൽവി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അതിനൊരു വിജയത്തിന്റെ പടിയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നിന്നോട് ചേർന്ന് നടന്നെടുക്കുവാൻ, നിന്റെ കാൽവറി യാത്രയിൽ നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട ബിനോ അച്ഛൻ, അനുജൻ പ്രിയപ്പെട്ട ദീപു അച്ഛൻ, പ്രിയപ്പെട്ട വല്യച്ഛൻ,
ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. ഇടവകയുടെ ഭാരവാഹികൾ, നല്ല ഗാനങ്ങൾ ആലപിച്ച കൊയർ മെമ്പേഴ്സ് എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.